ദേശീയപാതാ നിർമ്മാണത്തിനടക്കം വേമ്പനാട് കായലിൽ നടത്തുന്ന ഡ്രഡ്ജിംഗ് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ. കായലിന്റെ അടിത്തട്ട് കലക്കി മണ്ണെടുക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. വൻതോതിൽ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് നടക്കുന്ന മേഖലയിൽ ജനങ്ങളുടെ ജീവിതവും ദുസ്സഹമാണ്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മാസങ്ങളായി വേമ്പനാട്ട് കായലിൽ ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നതാകട്ടെ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അതിനുമപ്പുറം കായലിലെ മത്സ്യസമ്പത്ത് വലിയ തോതിൽ ഇല്ലാതാകുന്നുവെന്ന ഗുരുതര പാരിസ്ഥിതിക പ്രശ്നവും നാടിനെ കാത്തിരിക്കുന്നു. വേമ്പനാട്ടുകായലിൻ്റെ ആഴം കൂട്ടുക എന്നുള്ളത് മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. അപ്പോൾ ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങളതിൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കും മത്സ്യത്തൊഴിലാളികൾ ആ വേമ്പനാട്ട് കായലിൻ്റെ ആഴം കൂട്ടുന്നതിനെതിരാണ് എന്നുള്ളത്. വേമ്പനാട്ട് കായലിൻ്റെ ആഴം കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഒരാവശ്യമാണ്. കാരണം നിലവിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടണം, പ്ലാസ്റ്റിക് മാറണം, നിലവിലുള്ള പൊങ്ങിക്കിടക്കുന്ന കായലിൽ പൊങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ സമാനമായ നിരപ്പിൽ ആഴം കൂടണം. സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ചിട്ടാണെങ്കിൽ നാഷണൽ ഹൈവേ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് ഡ്രഡ്ജിങ് നടത്താനായിട്ട് ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവരടിക്കുന്നത് ആ ദേശീയ ജലപാതയ്ക്കും 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി തീരപ്രദേശത്ത് നിന്ന് 50 മീറ്റർ മാത്രം ദൂരേക്ക് മാറി മാത്രമാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം ചെറുതല്ല. വേമ്പനാട് കായലിലെ മത്സ്യസമ്പത്തിനെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നം കായലിന്റെ അടിത്തട്ട് കലക്കി നടത്തുന്ന ഡ്രഡ്ജിങ്ങിലൂടെ എക്കലും ചെളിയും കൂടിക്കലരും. ഇത് മത്സ്യങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമൊരുക്കും. കക്ക ഉൽപാദനത്തിന്റെ അവസ്ഥയും മറിച്ചല്ല. ഈ സമയത്താണ് വേമ്പനാട് വേലിയേറ്റത്തിൻ്റെ സമയത്താണ് കക്കയുടെ വിത്തുകൾ ഉണ്ടാകുന്നത്. അത് തീരെ മണൽ പോലെയാണ് അതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ പ്രചരണം ഉണ്ടാകുന്നത്. ആ മണൽ പോലെ ഇരിക്കുന്ന കക്ക പൊടി അത് ഈ അമ്ലരസം ചെന്ന വെള്ളം ചെല്ലുമ്പോൾ അത് തീർത്തും നശിച്ചു പോവുകയാണ്. മണൽ തന്നെ കിട്ടുന്നില്ല. ചിലയിടത്ത് ചെയറാണ് എടുക്കുന്നത്. ആ ചെയറും മണലും ഒക്കെ എടുത്ത് ഇങ്ങനെ നാഷണൽ ഹൈവേയിലും മറ്റു പ്രദേശങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് മുഴുവൻ നല്ല ശതമാനം കക്കയുണ്ട്. അപ്പോൾ കക്ക വ്യവസായത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു തൊഴിലാളികളുണ്ട്. അപ്പോൾ കക്കയാണെങ്കിലും മത്സ്യസമ്പത്താണെങ്കിലും പിടിച്ച് ജീവിക്കുന്ന ഒരു 20,000 താഴെ വരുന്ന തൊഴിലാളികൾ വേമ്പനാട്ട് കായലിൽ തന്നെ ഉപജീവനമായിട്ട് ജീവിക്കുന്നുണ്ട്. മത്സ്യസമ്പത്ത് അപ്പാടെ ഇല്ലാതാകുന്നു. ഒപ്പം ഇരട്ടി ദുരിതം വേറെയും. ഡ്രഡ്ജിംഗ് നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് കായലിൽ ജോലിക്ക് പോകാനാകുന്നില്ല. ഉപജീവനം മുടങ്ങി പ്രതിസന്ധിയിലാണ് നിരവധി കുടുംബങ്ങൾ. 2 മാസമായി ഇത് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് 10 പൈസയുടെ പണിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കടം വരെ മേടിച്ച് ജീവിക്കാനുണ്ട്. പക്ഷെ അത് കടം വീട്ടണ. ഇതിന് പോയി 100 രൂപ കാശ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുന്നും ആകും, ഞങ്ങളുടെ ജീവിതവും നടക്കും. ഇത് വലയം വെള്ളം കൊണ്ട് അവിടെ ചെന്ന് വെച്ചാൽ തിരിച്ചിങ്ങോട്ട് പോലും പുറത്തോട്ടിറങ്ങാൻ പാടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? യാദൃശ്യമായി എന്ന് കാലുവഴി കീഴോട്ട് പോയാൽ നമ്മളെ കിട്ടുകയില്ല. കാരണം ഒത്തിരി ആഴമുണ്ട്. ഈ ചെള്ളലേക്ക് പോയാൽ മൂക്കിനകത്തൊക്കെ കയറി പിന്നെ JCB ഇട്ട് നമ്മളെ കോരി എടുക്കണം. പിന്നെ ശവം കിട്ടണമെങ്കിൽ അത്രയും ഭയാനകമാകും. വള്ളർക്കല്ലേ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലിൻ്റെ നഷ്ടം തന്നതല്ല. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അത് എത്രയേ പറയാൻ എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ. കുസാറ്റിന്റെയും കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിന്റെയും ഒക്കെ പഠന റിപ്പോർട്ടുകൾ കായലിലെ അശാസ്ത്രീയ ഡ്രഡ്ജിങ്ങിന് എതിരാണ്. ഡ്രഡ്ജിംഗ് നടക്കുമ്പോൾ കാർബൺ കൂടുതലായി അടങ്ങിയ എക്കൽ വെള്ളവും വായുവുമായി കലരും. ഇതിലൂടെ കാർബൺ ഡയോക്സൈഡ് രൂപപ്പെടും. ആഗോളതാപനത്തിന് ആക്കം കൂട്ടുന്നതാണ് ഈ പ്രതിഭാസമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഡ്രഡ്ജിങ് നടത്താൻ വരുന്നവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കുഴിക്കുക എന്നുള്ളതാണ്. കുഴിക്കുന്ന പോലെ കുളം കുഴിക്കുന്ന പോലെ കൊണ്ടുപോകുമ്പോൾ ഈ കായലിനകത്തുള്ള ഒരു ആവാസ വ്യവസ്ഥ തകർന്നു പോകും. അപ്പോൾ അതിനൊരു സമാന്തരമായി എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ കഴിയുന്ന രീതിയിലേക്ക് ലെവൽ ചെയ്യണം. കിട്ടുന്ന സ്ഥലത്തിട്ട് കുഴിക്കുകയാണ്. അത് ഇന്നത്തേക്കും നാളത്തേക്കും എല്ലാം പ്രശ്നങ്ങളായിട്ട് വരും. ഈ
ഈ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും വിവിധ പഠന റിപ്പോർട്ടുകൾ അന്വേഷിച്ച് കണ്ടെത്തി സർക്കാരിന് മുന്നിലേക്കും മാധ്യമങ്ങൾക്ക് മുന്നിലേക്കുമൊക്കെ ഈ നാട്ടുകാരെത്തുന്നത് കേവലം 5-10 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ്. ഈ പഠന റിപ്പോർട്ടുകളൊന്നും കടല പൊതിയാനുള്ളതല്ലെന്ന അധികാരികൾ കൂടി ഓർക്കുക. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.